നമസ്കാരം. ചില ആളുകൾക്ക് ഈ പബ്ലിക് ഒരു സ്ഥലത്ത് പോയി എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കണമെന്നൊന്നും ചിലർക്ക് അറിയത്തില്ല. അവരവരുടെ കാര്യം മാത്രമാണ് ചിലപ്പോൾ നോക്കുന്നത്. മറ്റുള്ളവർക്കുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കരുതണോ, നമ്മളായിട്ട് എന്തെങ്കിലും നല്ല രീതിയിൽ കഴിക്കണോ എന്നൊന്നും ചിന്തിക്കത്തില്ല. ഇത് ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞൊരു കഥയാണ്. അന്ന് ഇത്രയും ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും പേജില്ലാത്തതുകൊണ്ട് ഈ കഥ ഞാൻ ഒന്നും കൂടെ പറയണം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നടന്ന സംഭവമാണ്. ആ സുഹൃത്തിൻ്റെ അപ്പനും അയാളുടെ ഒരു സഹോദരനും കൂടെ ഇവരുടെ വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയാണ്. ആ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുമ്പോൾ അവർ സംസാരത്തിനിടയിൽ ആ വീട്ടുകാർ ഒരു പ്ലേറ്റ് നിറയെ ചക്ക ഹൽവ അത് ഇവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ചക്ക ഹൽവ കഴിച്ചവർക്കറിയാം, ഒരു ചക്ക ഹൽവ ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞൊരു 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ വരെ കഷ്ടപ്പാടാണ്. അതും വലിയൊരു ചക്ക എടുത്താൽ ഇപ്പോൾ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ 2 പ്ലേറ്റോ കിട്ടത്തുള്ളൂ. അത് നല്ല രുചിയുമായിരിക്കും. അപ്പം നല്ലതായിട്ട് കൊണ്ടുവന്ന് ഒരു പ്ലേറ്റ് ചക്കയിൽ കൊണ്ടുവന്ന് ഇവരുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഇവർ സംസാരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലൊരു കൊച്ചൊരു പയ്യനുണ്ട്, ഒരു 2ലോ 3ലോ പഠിക്കുന്നൊരു പയ്യനുണ്ട്. അവനിങ്ങനെ കട്ടൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിരുന്നുകാർ വീട്ടിൽ ചെന്ന ആൾക്കാർ പറയുന്നുണ്ട്, മോനെ വന്ന് കഴിക്കുന്നു പറയുന്നുണ്ട്. ആ വീട്ടിലെ അങ്കിൾ പറയുന്നുണ്ട്, ഇല്ല അവൻ പിന്നെ കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ സംസാരം കണ്ടിന്യൂ ചെയ്ത് പോകുമ്പം ഓരോരുത്തർ ഓരോ പീസ് ചക്കയിലെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ പീസ് ചക്കയിൽ വന്ന സാധനം ഇങ്ങനെ കുറഞ്ഞ് അവസാനം ഒരു പീസിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു പീസിലേക്ക് എത്തിയപ്പോൾ ആ സംസാരത്തിനിടയിൽ അവിടെ അന്ന് വന്ന ഒരു പാർട്ടി ആ പീസും എടുത്താൽ കഴിച്ചു. ഉടനെ കട്ടൻ്റെ ഇടയിൽ മറിഞ്ഞിരുന്ന പയ്യൻ ഉറക്കെ വിളിച്ച് അടുക്കളയിലോട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇതെല്ലാം എടുത്ത് വെക്കണ്ട, അവർ വന്ന് മൊത്തം തിന്നു തീർത്തിട്ട് പോവാന്ന്. പറഞ്ഞു മനസ്സിലായോ? എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളങ്ങ് ഐസ് ഉരുകുന്ന പോലെ ആയിപ്പോയി. ഈ കഴിച്ച സാധനം തിരിച്ചെടുത്ത് വെക്കാൻ പറ്റുമോ? പലപ്പോഴും ഇപ്പോഴാണെന്ന് പറഞ്ഞാലും ചില ആൾക്കാരുടെയൊക്കെ ചില വീടുകളൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അല്ലെ മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലോ അവർക്ക് വേണ്ടത് അവരെടുക്കും. പുറകെ ആൾക്കാർ വരുന്നെന്നോ അല്ലെങ്കിൽ മറ്റൊരു കൺസിഡറേഷൻ കൊടുക്കുക. അത്യാവശ്യം ഫുഡ് എടുക്കണം, വേണ്ടെന്നല്ല. ഇന്നും ഈ സ്വഭാവം അറിയാൻ വയ്യാതെ പെരുമാറുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ചില സമയത്ത് ഇതുപോലെ ചമ്മലുകൾ പബ്ലിക്കിടെ നമുക്ക് പറ്റും. നിങ്ങളുടെ ഒരു അറിവിലേക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.